എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ബാൻഡ് ലാബിനെ കുറിച്ചാണ്. പലരും ചോദിക്കുന്നതും അതുപോലെ അറിയാനും ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ബാൻഡ് ലാബിൽ നമ്മൾ പാടിയ പാട്ടിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ, നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് കട്ട് ചെയ്ത് കളയുക എന്ന്. ഈ വേണ്ടാത്ത ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പാടുന്നതിൻ്റെ ഇടയ്ക്ക് പാടിക്കഴിഞ്ഞിട്ട് ഒരു മ്യൂസിക് ഉണ്ടാവും, ബിജിഎം എന്ന് പറയും. അത് ആ സമയത്തായിരിക്കും കൂടുതൽ സൗണ്ട് ക്യാച്ച് ചെയ്യുക, ഔട്ട് സൈഡ് സൗണ്ടുകൾ കൂടുതൽ ക്യാച്ച് ചെയ്യുക. ബാൻഡ് ലാബിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്കറിയാം നന്നായിട്ട് മൈക്ക് ക്യാച്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടാത്ത സൗണ്ട്, കിളികളുടെ സൗണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ ഓടിക്കളിക്കുന്ന ഒച്ചപ്പാടാക്കുന്ന സൗണ്ടുകൾ, അല്ലെങ്കിൽ പല പല സൗണ്ടുകൾ ഔട്ട് സൈഡിൽ നിന്ന് നമുക്ക് ഇതിനകത്തേക്ക് ക്യാച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ കട്ട് ചെയ്യേണ്ടത് അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത്. കുറേ നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചായിരിക്കും ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു സെറ്റിങ്സിനെ കുറിച്ച്. അപ്പോൾ നമുക്കിതിപ്പോൾ ഇന്ന് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എങ്ങനെയാണ് ബാൻഡ് ലാബിൽ നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് കളയുന്നത് എന്നാണ്. മൈ നെയിം ഈസ് ക്രിസ് ജോൺ ഫ്രം ആർട്ട് ഓഫ് എവൻ മീഡിയ. നമ്മൾ ബാൻഡ് ലാബ് ഓപ്പൺ ചെയ്യുന്നു. ബാൻഡ് ലാബ് ഓപ്പൺ ചെയ്ത് നമ്മൾ പാടിയ പാട്ട്, ഇതാ താഴത്തെയാണ് നമ്മൾ പാടിയത്. ആ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാം. മേലെ നമ്മുടെ കരോക്കെ ട്രാക്കാണ്. ഓക്കെ, ഇനി താഴെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ പാടിയ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ സെൻറ്റർ ലൈൻ, ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ സെൻറ്റർ ലൈനാണ് നമ്മുടെ മെയിൻ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ സ്ക്രോൾ, റൈറ്റിലോ ലെഫ്റ്റിലോ ഏത് ഭാഗത്താണെങ്കിൽ നമുക്കിങ്ങനെ വിരൽ വെച്ച് സ്ക്രോൾ ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നിങ്ങൾ ഇതാ ഞാൻ ഈ ചെയ്യുന്നത് പോലെ എവിടെ വെച്ചാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ ഈ സെൻട്രൽ ലൈൻ ഇല്ലേ, ഈ സെൻട്രൽ ലൈന് അവിടെ കൊണ്ട് നിർത്തുക. ഓക്കെ, എനിക്കിവിടെയാണ് കട്ട് ചെയ്യേണ്ടതെങ്കിൽ ആ സെൻട്രൽ ലൈൻ അവിടെ കൊണ്ട് നിർത്തി. ഓക്കെ, ഇനി ഞാൻ ചെയ്യേണ്ടത് ഇവിടെ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. ഇതാ ഇവിടെ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു. അതായത് ഈ നമ്മൾ പാടിയ പോർഷൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ ഈ മൂന്നാമത്തെ ഓപ്ഷൻ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ കാണാം. ഓക്കെ, ഇനി തീർന്നിട്ടില്ല. ഇനി നമുക്ക് എവിടം വരെയാണോ അത് കട്ട് ചെയ്യേണ്ടത് അവിടെ ഈ സെൻട്രൽ ലൈൻ കാണാമല്ലോ, ഈ സെൻട്രൽ ലൈൻ കൊണ്ട് നിർത്തുക. ഓക്കെ, ഇതാ എനിക്ക് ഇവിടെ വരെയാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റാർട്ടിങ് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ, അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത് ഇത്. ഓക്കെ, ഇനി നമുക്ക് എൻഡ് എവിടം വരെയാണ് കട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് നിർത്തി. ഇനി നമ്മൾ വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കിട്ടി. ഓക്കെ, ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് അത് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യാനായിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ ഡിലീറ്റ്, കണ്ടോ, അത്രയും ഭാഗം കട്ടിങ് ആയി. അങ്ങനെ നിങ്ങൾക്ക് എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ നിങ്ങൾക്കിത് ഇതേപോലെ തന്നെ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സിമ്പിൾ ടെക്നിക്കാണ്, ഈസിയാണ്, ഇതിൽ തലപോയിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾ ഇന്ന് മുതൽ ഇത് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലൂടെ കാര്യങ്ങൾ മനസ്സിലായി. സെറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ബാൻഡ് ലാബിൽ ആത്മവിശ്വാസത്തോടെ പാടുക. എവിടെയെങ്കിലും തെറ്റുഭാഗം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ പാടേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.